ഹായ്, ഞാൻ മായയാണേ. വെൽക്കം ടു ടേസ്റ്റ് ഓഫ് തേക്കടി. ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കർക്കിടക പായസമാണ്. ഉലുവ പായസമില്ലേ, അതാണ് ഉണ്ടാക്കുന്നത്. ഉലുവ കഞ്ഞിയല്ല, ഉലുവ പായസം. അതിനായിട്ട് ഉണങ്ങലരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഉണങ്ങലരി ഇല്ലെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, പച്ചരി ആയാലും മതി. അപ്പോൾ ഉണങ്ങലരി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമ്മുടെ മെയിൻ ഉലുവയാണ് വേണ്ടത്. ഉലുവ പായസമായിട്ടാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ ഉലുവയാണ് അടുത്തത്. പിന്നെ ഇനി വേണ്ടത് ആശാളിയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആശാളി വിത്ത് എന്നൊക്കെ പറഞ്ഞേ. അപ്പോൾ ഇതാണ് ആ സാധനം. അതിപ്പം നമ്മുടെ ഈ അങ്ങാടിക്കട, മരുന്ന് കടയൊക്കെ ഇല്ലേ, അവിടെ പോയാൽ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇത് ഒത്തിരി ഗുണങ്ങളുള്ള ഒരു ചെറു ധാന്യമാണ് ആശാളിന്നും ഹാലിം സീഡ്സ്ന്നും ഗാർഡൻ ഗ്രേസ് എന്നൊക്കെ പറയുന്ന സാധനമാണിത്. കണ്ടോ? അപ്പോൾ ഇതിൻ്റെ അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് 1/2 ഗ്ലാസ് അരിയാണ് പായസത്തിനെടുത്തത്. അപ്പോൾ 1/2 ഗ്ലാസ് അരി എടുത്തപ്പോൾ അതിന് നേരെ അത് പകുതി അരി അളന്ന് നമുക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ 1/2 ഗ്ലാസ് അരിക്ക് 1/4 ഗ്ലാസ് ഉലുവ എടുക്കണം നിർബന്ധമായിട്ടും. കണ്ടോ? അത് ഓർത്ത് വെക്കണം. നമ്മൾ എത്ര അരി എടുക്കുന്നോ അതിൻ്റെ പകുതി തന്നെ ഉലുവ എടുക്കണം. അതിൻ്റെ ഭാഗമായിട്ട് ആശാളി എടുക്കണം. അപ്പോൾ ഈ ഒരു അളവ് നമ്മൾ നോക്കണം, എന്നാലേ നമുക്കിതിൻ്റെ ഗുണങ്ങൾ ശരിക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഉലുവയും ആശാളിയും നമുക്ക് കുതിർത്ത് വെക്കണം. ഉലുവ വെള്ളം ഒഴിച്ചിട്ട് ഒരു 6 മണിക്കൂർ കുതിർത്താൽ മതി. ആശാളിക്കകത്ത് നമ്മൾ പാലൊഴിച്ചിട്ടാണ് കുതിർക്കേണ്ടത്. കാരണം ആശാളി നല്ല കയ്പുള്ള സാധനമാണ്. ഇത് ആ ഭാഗം ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് ആ കയ്പിനെ ഒന്ന് ഡൈല്യൂട്ട് ആകാൻ വേണ്ടിയിട്ട് പാലിൽ നമുക്ക് കുതിർത്ത് വെക്കാം. അതും ഈ 6 മണിക്കൂർ തന്നെ കുതിർത്ത് വെക്കാം. അപ്പോൾ ഇത് രണ്ടും നമുക്കൊന്ന് അടച്ച് സെറ്റാക്കിയൊക്കെ വെക്കാം. ഇനി 6 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് നോക്കാം കേട്ടോ. ഞാനിത് കുക്കറിലാണ് വേവിക്കുന്നത്. അപ്പോൾ നമുക്ക് അരി നല്ലപോലെ കഴുകി വാരി കുക്കറിലേക്ക് ഇടാം. അരി കുതിർക്കേണ്ട ആവശ്യമില്ല. പിന്നെ വേണ്ടത് നമ്മളുടെ ഉലുവയാണ്. കുതിർത്ത് വെച്ച ഉലുവയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തത് നമ്മൾ പാലിൽ കുതിർത്ത് വെച്ചിരിക്കുന്ന ആശാളിയാണ്. അതും കൂടെ നമുക്കിതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതുണ്ടോ? നല്ലപോലെ കുതിർന്ന് അതൊരു എന്താ പറയണ്ടേ, ഒരു പശപ്പ് പോലെ ആയിരിക്കും. ഒരു പറയാൻ ജെല്ലിയായിട്ടിങ്ങനെ അതാവും. അപ്പോൾ അതിൻ്റെ ഒട്ടും കളയണ്ട, നമുക്ക് അത്രയും ഗുണങ്ങളുള്ളതാണ്. പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് ഒരു 1/4 സ്പൂൺ ഏറ്റവും കുറച്ച് ഉപ്പ്, നമുക്കിതെല്ലാം കൂടെ ഒന്ന് ബാലൻസ്ഡ് ആകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 1/4 സ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് ഇതങ്ങ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പം ഞാനൊരു 3 വിസിലാണ് ഇത് വെച്ചത്. ഞാൻ ചെറിയ കുക്കറിലാണ് വെച്ചിരിക്കുന്നത്. ഞങ്ങളിവിടെ 2 പേരെ ഇപ്പോൾ ഇവിടെ ഉള്ളൂ, അതുകൊണ്ടാണ് അധികം എടുക്കാൻ കേട്ടോ. ആൾ കൂടുതലുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാ അളവ് കൂട്ടിക്കൊള്ളുക. ഇനി അടുത്തത് വേണ്ട ശർക്കരയാണ്. അപ്പോൾ ശർക്കര നമുക്ക് വെല്ലം ആണ്, അതൊരു 4 അച്ച് ഉരുക്കാൻ വെക്കാം. അപ്പോഴേക്കും നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ല പോലെ കണ്ടോ, നല്ല അതിങ്ങനെ തുറക്കുമ്പോഴത്തേനും ഉലുവയുടെ മണമാണ്. അപ്പോൾ ഇനി അതിനെ നമുക്ക് ഇളക്കി നോക്കാം. നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഗുണങ്ങളുണ്ടല്ലോ. പണ്ട് കാലത്തൊക്കെ അമ്മമാർ നിർബന്ധമായിട്ടും കഴിപ്പിക്കുമായിരുന്നു ഉലുവയും ഈ ആശാളിയൊക്കെ. ഇത് ഈ കോരിച്ചൊരിയുന്ന മഴയില്ലേ, കർക്കിടക മാസത്തിൽ കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം ഏറ്റവും തണുത്ത് ബലക്കുറവുള്ള സമയമായിരിക്കും. അപ്പം നമ്മുടെ ശരീരത്തിന് ബലവും നടുവിനൊക്കെ ഒരു ബലം കിട്ടാനൊക്കെ കൂടെയാണ് ഇതൊക്കെ കഴിക്കുന്നത്, പ്രത്യേകിച്ച് സ്ത്രീകൾ. ഈ ആശാളി സീഡ് എന്ന് പറഞ്ഞാൽ അത് അയൺ റിച്ചാണ് അതിനകത്ത്. പിന്നെ കാൽസ്യം ഉണ്ട്, ഫോളിക് ആസിഡ് ഉണ്ട്, പിന്നെ എന്താ വേണ്ടത്, വൈറ്റമിൻ എ ബി സി ഇ വരെയുണ്ട്. പ്രോട്ടീൻ്റെ കലവറയാണ്. അപ്പോൾ ഏറ്റവും നല്ലൊരു സാധനമാണ് ആശാളി. പിന്നെ ഉലുവയുടെ കാര്യം ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞല്ലോ. ഉലുവ എന്ന് പറഞ്ഞാൽ ഭക്ഷണമായും മരുന്നായും കഴിക്കേണ്ട ഒരു സാധനമാണ് ഉലുവ. അപ്പോൾ നമ്മളുടെ പായസം അവിടെ ചൂടാകുന്നുണ്ട്. പിന്നെ ഇനി ഇടേണ്ടത് തേങ്ങയാണ്. ഇനി തേങ്ങ നിങ്ങൾ പാലായിട്ട് പിഴിഞ്ഞ് ഒഴിക്കുന്നതിലും കുഴപ്പമില്ല. പക്ഷേ അതിലും എനിക്ക് ഇഷ്ടപ്പെടുന്നത്, ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇത്തിരി വെള്ളം തളിക്കുക, ചെറു ചൂടുവെള്ളമാണ് തളിക്കുന്നത്. എന്നിട്ട് അത് നല്ലപോലെ നമ്മളൊന്ന് ഞെരടി, കൈകൊണ്ട് നല്ലപോലെ ഒന്ന് ഞെരടി നല്ലപോലെ അങ്ങ് തിരുമ്മിയെടുക്കുക. മിക്സിയിലൊന്നും അടിക്കുകയൊന്നും വേണ്ട. എന്നിട്ട് ഈ തേങ്ങയാണ് നമ്മൾ
അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി തേങ്ങാപ്പാൽ ചേർത്താൽ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിക്കോ, കുഴപ്പമില്ല. കാരണം എങ്ങനെ തേങ്ങ അതിനകത്ത് ഇടണമെന്ന് മാത്രമേ ഉള്ളൂ. ശർക്കരയും തേങ്ങയും നെയ്യും എല്ലാം കൂടെ ഇട്ട് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ omega-3 ഫാറ്റി ആസിഡ് അവിടെ ഫോം ചെയ്യാണ്. omega-3യുടെ ഗുണങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണല്ലോ. നമ്മുടെ സ്കിന്നിന്, നഖത്തിന്, നമ്മളുടെ ജോയിൻസിന്, ഹെയറിന് ഒക്കെ വേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇതും കൂടെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. നമ്മൾ ഈ ശർക്കര ചേർക്കുന്ന ശർക്കരയിലാണെങ്കിലും പൊട്ടാസ്യം, സോഡിയം, അയൺ ധാരാളം അടങ്ങിയിട്ടുണ്ട്. നമുക്ക് രക്തശുദ്ധീകരണത്തിനൊക്കെ ഏറ്റവും നല്ലതാണത്. പിന്നെ വിറ്റാമിനുകളുണ്ട്, കാൽസ്യം, കോപ്പർ, അയൺ, സിങ്ക് എന്ന് വേണ്ട സകല മിനറലുകളും അടങ്ങിയതാണ് നമ്മളുടെ ഈ ശർക്കര. ഇനി നമ്മുടെ പായസം നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യെപ്പറ്റി പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുന്നതാണ്. പഴമക്കാർ സ്വർണ്ണത്തിനോടാണ് നെയ്യ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അത്രയും നല്ല സാധനം. ഇത് ചേർക്കുന്ന സാധനങ്ങളെല്ലാം നല്ലതാണ്, നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന സാധനങ്ങളാണ്. ഈ ആശാളി മാത്രമേ ഉള്ളൂ, ഇത് മരുന്ന് കട ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇതിനെല്ലാ ഗുണങ്ങളുമുള്ള ഈ കർക്കിടക പായസം നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്ക്. ഒരു 7 ദിവസം തുടർച്ചയായിട്ട് അത് രാത്രി കഴിച്ചാൽ മതി. കാരണം ഈ ഉലുവ ചേർത്ത ആഹാരം കഴിച്ചിട്ട് നമ്മൾ എന്താ പറയണ്ടേ, കട്ടിയുള്ള പണികളൊന്നും എടുക്കാൻ പാടില്ല. അപ്പോൾ രാവിലെയാണ് കഴിക്കുന്നെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നല്ലേ, അപ്പോൾ അത് ചെയ്യാൻ പാടില്ല. അത്താഴത്തിന് ഉലുവ പായസം ആയിക്കോട്ടെ ഒരു 7 ദിവസം, അതിനെക്കൊണ്ട് ദോഷമൊന്നും വരികയില്ല. ഇനിയിപ്പോൾ ഷുഗർ ഉള്ളവരാണെങ്കിൽ അത് പായസത്തിന് പകരം ഉലുവ കഞ്ഞിയായിട്ട് കുടിക്കാം, ശർക്കര ചേർക്കണ്ട. ബാക്കി എല്ലാ കാര്യങ്ങളും ചേർത്തിട്ട് ഒത്തിരി കയ്പുണ്ടെന്നല്ലേ ഉള്ളൂ, സാരമില്ല, മരുന്നല്ലേ. അപ്പം നമുക്കതങ്ങോട്ട് കഴിക്കാം. അപ്പോൾ ഇന്ന് തന്നെ എല്ലാവരും ഈ ആശാളി ഉലുവ പായസം ഉണ്ടാക്കി കഴിക്കണം. 7 ദിവസം തന്നെ കഴിക്കണം, ഇല്ലെങ്കിൽ 14 ദിവസം കഴിച്ചോളൂ, ഒരു കുഴപ്പമില്ല. പ്രത്യേകിച്ച് സ്ത്രീകൾ അവരുടെ എല്ലിൻ്റെ ബലത്തിന് വേണ്ടിയിട്ടും ഇറഗുലർ പീരീഡ്സ് അതൊക്കെ ക്ലിയർ ആകാൻ വേണ്ടിയിട്ടും ഈ ആശാളി നമ്മളെ സഹായിക്കുന്നുണ്ട്. ആണുങ്ങൾക്കും ഇത് കഴിക്കാം കേട്ടോ, എല്ലാവർക്കും കഴിക്കാം. സ്ത്രീകൾക്ക് ഒന്നും കൂടെ ഗുണം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി കഴിച്ച് നോക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.